الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് ആർജിച്ച് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ സമയത്തേക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു യാത്രയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനമില്ല. വിവിധങ്ങളായ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ജീവിതത്തിന്റെ യാത്ര കടന്നുപോകുന്നത്. ദുനിയാവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരാൾ യാത്ര ചെയ്താൽ ഒരു 100 കൊല്ലം, 105 കൊല്ലം, അതാണ് ദുനിയാവിലെ ആയുസിന്റെ കാലം, ദുനിയവിയായ ജീവിത യാത്രയുടെ കാലം എന്ന് പറയുന്നത്. ഈ കാലമാകട്ടെ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും, ഫാസിഖായവനും ഫാജിറായവനും മുഅ്മിനായവനും, അങ്ങനെ തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ആണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. എന്നാൽ ഈ ദുനിയവിയായ ഈ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ്, ദുനിയവിയായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമി ലോകത്തെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഏകനായി ജീവിച്ചൊരു കാലം നമുക്ക് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരേ ഒരാൾ ഖബറിൽ ജീവിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സാക്ഷാത്കരിക്കുന്ന ഒരർത്ഥതലം കൂടി അതിനുണ്ട്. ഒരാൾ തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4-ാം മാസത്തിൽ ആത്മാവ് ഊതപ്പെട്ടത് മുതൽ പിന്നീട് 5 മാസവും 10 ദിവസവും വരെയുള്ള കാലം ജീവിതകാലമാണ്. എല്ലാവരും ജീവിച്ച കാലമാണ്. ജീവിതത്തെ ആസ്വദിച്ച് ജീവിച്ച ഒരു സമയമാണത്. ഒരൊറ്റ മനുഷ്യനായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജീവിച്ചൊരു കാലം. അതൊരു ഘട്ടമാണ്, ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ്. അങ്ങനെയും നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടായില്ലെങ്കിലും ഓർമ്മയില്ലെങ്കിലും ശരി,
ഒരു ജീവിതം അവിടെ നടന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിലുള്ളൊരു ജീവിതം നമുക്ക് തന്നിരിക്കുന്നു. ദുനിയാവിൽ ഈ പറഞ്ഞതുപോലെ സുഖവും ദുഃഖവും വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടുകളും സന്തോഷവും സന്താപവും ചിരിയും കളിയും കരച്ചിലും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണ് ഈ ദുനിയവിയായ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതെന്തിനു വേണ്ടി തന്നതാ? നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയ സാധനമല്ല ഇത്. എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്ന് ചിന്തിക്കുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥവും കാണാൻ കഴിയില്ല. ഭൗതികമായി മാത്രം, മനുഷ്യന്റെ യുക്തി കൊണ്ട് മാത്രം, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയവിയായ അവസ്ഥയെക്കുറിച്ചും ദുനിയവിയായ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും എന്തിനാണിപ്പോ ഇതും എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ വെറുതെ അല്ല. ദുനിയവിയായ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളതാണ്. എന്തിനാണത് തന്നത്? മനുഷ്യന്റെ ഐഹികമായ ജീവിതം എന്നത് ഒരു പരീക്ഷണ സമയമാണ്. അത് എവിടത്തേക്കുള്ള പരീക്ഷയാണ്? നിത്യജീവൻ നൽകപ്പെടുന്ന നാള് വരാനുണ്ട്. മനുഷ്യൻ മരിക്കാതെ ജീവിക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ നാളിൽ ശാശ്വതമായി സമാധാനത്തോടുകൂടി ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ദുനിയാവിന്റെ പരീക്ഷണത്തിൽ അയാൾ വിജയിക്കണം. ദുനിയാവ് പരീക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ അവനാകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായി. ഏതാണ് ഇപ്പൊ 6 ദിവസം നമുക്കറിയില്ല. ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിൽ നടക്കുന്ന ദിവസം 24 മണിക്കൂറാണ്. എവിടെ? ഭൂമധ്യരേഖ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾക്ക് 24 മണിക്കൂറാണ്. അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ദിവസത്തിന്റെ ദൈർഘ്യത്തിന് വ്യത്യാസമുണ്ട്. അപ്പോ അള്ളാഹു നിശ്ചയിച്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല. ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. വകാന അർശുഹു അലൽ മാ, അവന്റെ അർശ് മായിൽ വെള്ളത്തിന്മേലായിരുന്നു എന്നാണ്. അത് എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹ് പറഞ്ഞതാണ്. നമുക്ക് എങ്ങനെയാ ചിന്തിക്കാനും കഴിയില്ല. അള്ളാഹ് എങ്ങനെയാന്ന് നമുക്കറിയില്ല. അള്ളാന്റെ അർശ് എങ്ങനെയാ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല. ആ പറഞ്ഞതുപോലെ വിശ്വസിക്കുക. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാ അതൊക്കെ ഉണ്ടാക്കിയത്? ഈ ആകാശങ്ങളും ഭൂമിയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്നെന്താ? ലിയബ്ലുവകും, അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത്? ദുനിയാവിൽ നല്ലതുകൊണ്ട് ഈ ചീത്തയുണ്ട്. തോന്നിവാസിയായി ഒരാൾക്ക് ജീവിക്കാൻ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. അങ്ങനെയാണോ ജീവിക്കുന്നത്? അതല്ല, അള്ളാഹുവിന്റെ അടിമയായി മാനവും മര്യാദയും കാത്തുകൊണ്ടാണോ ഒരാൾ ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ദുനിയാവിലെ ജീവിതം തന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ ആയത്ത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണവൻ. എന്തിന്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിച്ച് ജീവിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദുനിയാവ് പരീക്ഷണത്തിനുള്ളതാണ്. വീണ്ടും പറയുന്ന പരീക്ഷണത്തിന്റെ അവസാന ഘട്ടം എവിടെയാണ്? വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതിലാ. ഈ ആകാശങ്ങളാകട്ടെ ഭൂമിയാകട്ടെ ആകാശത്തിന്റെയും ഭൂമിയിലെയും ഇടയിലുള്ള സംഗതികളാകട്ടെ അതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ബാത്തിലായി സൃഷ്ടിച്ചതല്ല. എന്താ ബാത്തിൽ എന്ന് പറഞ്ഞാൽ? ഒരർത്ഥവും ഇല്ലാത്ത വെറുതെ ഒരു കളിതമാശത്തിന് വേണ്ടി ചെയ്തതല്ല, കൃത്യമായ ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ദാലിക ളന്നുല്ലദീന കഫറൂ, അങ്ങനെ വെറുതെ ഉണ്ടായതാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ലന്നുല്ലദീന കഫറൂ, വിശ്വസിക്കാത്ത, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കാത്ത, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കാത്ത യുക്തിവാദികളായ കാഫിര്യങ്ങളായ തോന്നലാണ്. ഒരിക്കലുള്ള തോന്നലാണ്, വെറുതൊന്നുമല്ല. ഇത് വെറുതെ ഉണ്ടാക്കിയല്ല. ഒരു സാധനവും ദുനിയാവിൽ മനുഷ്യനുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യം വെറുതെ ഉണ്ടാക്കുന്നുണ്ടാവും. ഈ പ്രപഞ്ചവും ഈ സൗകര്യങ്ങളൊക്കെ വെറുതെ ഉണ്ടാക്കി തന്നതല്ല. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനന്നാർ, അങ്ങനെയുള്ള കാഫിര്യങ്ങളായ ആളുകൾക്ക് വൈൽ, മഹാനാശാണ്. എവിടെയാ നാശമുള്ളത്? മിനന്നാർ, നരകത്തിൽ നിന്നുള്ള നാശം. അപ്പൊ അവരുടെ യാത്ര അവസാനം പോകുന്ന എവിടെയാ? നരകത്തിലേക്കാണ്. നരകയാത്ര പോകുന്നവരായ ആളുകളാകുന്നു അവർ. ഇതിനെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ല, ഒരു ചിന്തയില്ല, അങ്ങനെ പോകുന്നവരായ ആളുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോ ഈ ദുനിയവിയായ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. അതെന്താണ്? ഖബറിലെ ജീവിതമല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ദുനിയവിയായ ജീവിതത്തിലെ ഒരാളുടെ ഹൈറും ഷർറും കണക്കാക്കിക്കൊണ്ട് മരണത്തിന്റെ സമയം മുതൽ ഇവിടുന്ന് അങ്ങോട്ട്
ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഖിയാമത്ത് വരെയുള്ള ബർസഖിയായ ഒരു ലോകമുണ്ട്. അത് മൂന്നാമത്തെ ലോകമാണ്. ആ ലോകത്തും മനുഷ്യനെന്തുണ്ട്? ചെയ്തതിന്റെ കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും, തീരാൻ പോകുന്നില്ല. അപ്പൊ യാത്ര തുടരുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു യാത്രയാണ് മനുഷ്യന്റെ ജീവിതം. അത് പോയി കഴിഞ്ഞാൽ ഒരു ഖിയാമത്ത് വരാനുണ്ട്. സമയം നിശ്ചലമായി തീരുന്ന ഒരു സമയം വരാനുണ്ട്. അതിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ എത്രയെത്ര സ്ഥലങ്ങളിലാണ് വളരെ നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അന്ത്യനാൾ വരുന്നത് എങ്ങനെയാണ്? സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ അസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് ഒരൊറ്റ ഊത്തൂരി കഴിഞ്ഞാൽ അപ്പൊ എന്താ സംഭവിക്കുന്നത്? വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദക്കതാ ദക്കതൻ വാഹിദാ. ഹുമിലത്തിൽ അർളു വൽ ജിബാലു, പർവ്വതങ്ങളും ഭൂമിയും അത് പൊങ്ങാൻ തുടങ്ങിയ ആ ഊത്ത് കിട്ടിക്കഴിഞ്ഞാൽ പൊന്നാൻ തുടങ്ങി. ഫദക്കതാ ദക്കതൻ ഫദക്കതാ ദക്കതൻ വാഹിദാ. രണ്ടും കൂടി രണ്ട് ഇടി, ഒരൊറ്റ ഇടി ഇടിച്ചു കഴിഞ്ഞാൽ അത് തവിട് പൊടിയായി. അപ്പൊ ഭൂമി അല്ലാതായി മാറി. ഫയൗമൈദിൻ വഖഅത്തിൽ വാഖിഅ. അതോടുകൂടിയാണ് ആ സംഭവം സംഭവിക്കേണ്ട സംഭവം സംഭവിക്കുന്നത്. എന്താണ് ആ സംഭവം? നമ്മുടെ ജീവിതത്തിന്റെ ഹിസാബും കണക്കുനോട്ടവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അതോടുകൂടിയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? ഫൻശഖത്തിസ് സമാഉ ഫഹിയ യൗമൈദിൻ വാഹിയ. അന്നേ ദിവസം ആകാശങ്ങൾ പിളർന്നു വീഴാൻ തുടങ്ങി. ഫഹിയ, ആ ആകാശമാകട്ടെ, യൗമൈദിൻ, അന്നേ ദിവസത്തിൽ, വാഹിയ, ആ പരമ ദുർബലമാണ്. എല്ലാം നിൽക്കണെന്താ? എന്തോ ഒരു ബലത്തിന്റെ പേരിലാണ്. ഈ ആകാശത്തിലേക്ക് നോക്കിയാൽ കാണാവുന്ന അനന്ത കോടി നക്ഷത്രങ്ങൾ. എന്താ സംഭവം? എങ്ങനെയപ്പോ നമ്മുടെ നിൽക്കണത്? നമുക്കൊരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ എത്ര തൂണ് വേണം? ഇതൊന്നും ഇല്ലാതെ എങ്ങനെ നിൽക്കുന്നു? ഈ ഭൂമിയേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വലുപ്പമുള്ള സാധനങ്ങളാണ് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ എന്നാ പറയുന്നത്. എങ്ങനെയപ്പോ ഇതൊക്കെ നിൽക്കുന്നത്? അതിനെന്തോ ഒരു ബലമുണ്ട്. ആ ബലാണ് പോയി കഴിഞ്ഞാലോ അതൊന്നും അങ്ങേ പരമ ദുർബലാണ്. പരമ ദുർബലമായതുകൊണ്ട് പൊട്ടിപ്പൊടിയാൻ തുടങ്ങി. വൽമലകു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമൈദിൻ സമാനിയ. അന്ന് മലക്കുകളുണ്ട്. വൽമലകു അലാ അർജാഇഹാ, അതിന്റെ നാലാ ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും, അവരുടെ മേലെ അള്ളാഹുവിന്റെ അർശിനെ ആ മലക്കുകൾ വഹിക്കുന്നു. യൗമഇദിൻ, അന്നേ ദിവസം, സമാനിയ, 8 കൂട്ടങ്ങളായി, അല്ലെങ്കിൽ 8 മലക്കുകൾ. അതൊന്നും എന്താന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ പറഞ്ഞെന്താന്ന് വിശ്വസിക്കാന്നല്ലാതെ എങ്ങനെയാ സംഭവം നമുക്കറിയില്ല. നമുക്കറിയാത്ത വിഷയമാണ്. എന്നിട്ട് പറയുന്നു യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അന്നേ ദിവസത്തിന്റെ സവിശേഷത എന്താ? നിങ്ങൾ പരിപൂർണമായും വെളിപ്പെടുത്തപ്പെടും. നിങ്ങൾ ചെയ്തതൊന്നും തന്നെ അവ്യക്തമാകൂല. മനുഷ്യൻ പരിപൂർണമായി എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓന്റെ ഉള്ള സംഭവങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തപ്പെടുക, ഒന്നും മറച്ചുവെക്കാനില്ലാത്ത ദിനമാകുന്നു അത്. വീണ്ടും ഖുർആൻ പറയുന്നു യൗമതകൂനു സമാഉ കൽ മുഹൽ. ആകാശങ്ങൾ ഉരുകിയൊഴിക്കുന്ന ലോഹങ്ങളെ പോലെയാകുന്ന, ഉരുകിയൊഴുകുന്ന ലോഹങ്ങളെ മുഹില് പോലെയാകും. അന്ന് ഖിയാമത്ത് വരുമ്പോ വതകൂനുൽ ജിബാലു കൽ അഹൻ. പർവ്വതങ്ങളൊക്കെ കടയപ്പെട്ട രോമം പോലെയാവും. ആട്ടിൻ രോമങ്ങൾ, കടഞ്ഞ ആട്ടിൻ രോമങ്ങൾ പാറിക്കളിക്കാൻ തുടങ്ങുന്ന. ഇന്നമാ തുഅദൂന ലവാഖിഅ. തീർച്ചയായും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സംഭവം അവിടെ സംഭവിച്ചിരിക്കുന്നു. എന്താ വാഗ്ദാനം ചെയ്യപ്പെട്ടത്? മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ഖബർ ജീവിതമുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, എല്ലാം തകരുന്ന ദിനമുണ്ട്, കണക്ക് നോട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഫൈദന്നുജൂമു തുമിസത്ത്. അന്നേ ദിവസത്തിൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളതാ പ്രകാശം കെട്ടുപോകുന്നു. ആർക്കും പ്രകാശമല്ല. വൈദസ്സമാഉ ഫുരിജത്ത്. ആകാശങ്ങൾ പിളർത്തപ്പെടുന്നു. വൈദൽ ജിബാലു നുസിബത്ത്. പർവ്വതങ്ങളതാ പൊടിപൊടിയാക്കപ്പെടുന്നു. നസഫ നുസിഫത്ത്. സൂറത്ത് മുർസലാത്തിലെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ.
വീണ്ടും ഖുർആൻ പറയുന്നു ഇദ ശംസു കുവ്വിറത്ത്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെട്ടാൽ. നമ്മൾ ഗ്രഹണമൊക്കെ കാണാറുണ്ട്, അതേപോലെ ഉള്ളൊരു സംഭവം. ചുറ്റിപ്പൊതിയപ്പെട്ടു. വൈദൻ നുജൂമുൻ കദറത്ത്, ആകാശങ്ങൾ കാണുന്ന മിന്നിത്തിളങ്ങുന്ന താരങ്ങളതാ ഓരോന്നോരോന്നായി ഉതിർന്നു ചാടാൻ തുടങ്ങി. വൈദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ ഇങ്ങനെ നേരത്തെ ഉയർത്തപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. വൈദൽ ഇശാറു ഉത്തിലത്ത്, പൂർണ്ണ ഗർഭിണിയായ ഒട്ടകങ്ങൾ ഉത്തിലത്ത്, ആർക്കും വേണ്ടാത്ത ഒഴിവാക്കി പോവുക. ഇനി ആർക്കും സ്വത്ത് വേണ്ട, മുതല് വേണ്ട, ബിൽഡിംഗ് വേണ്ട, ഒന്നും ആവശ്യമില്ല. ഈ ഒട്ടകത്തെ പറഞ്ഞെന്താ, അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവരുടെ സമ്പാദ്യത്തിലൊന്നാണ് ഒട്ടകം, പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം. അതിനാർക്കും വേണ്ട. ഉത്തിലത്ത് വൈദൽ വുഹൂശു ഹുശിറത്ത്, വുഹൂശ് എന്ന് പറഞ്ഞാൽ കാട്ടുജന്തുക്കൾ. കാട്ടുജന്തുക്കൾ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹുശിറത്ത്, അത് ഒരുമിച്ച് കൂടാൻ തുടങ്ങി. കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ ഒന്നിന് മറ്റൊന്നിനെ കണ്ടാൽ പേടിച്ചോടും. സിംഹത്തിനെ കണ്ടാൽ മാനും ഓടും. എന്താ കാരണം? ജീവഭയാണ്. എന്നാൽ ഖിയാമത്ത് നാൾ വന്ന ഭയമല്ല, എല്ലാവരും ചിന്തയെ ഒന്നേ ഇടും, എല്ലാം തകർന്നല്ലോ, പൊളിഞ്ഞല്ലോ, അതിലേക്കാണ് ശ്രദ്ധ. മറ്റവന്റെ മാംസം തിന്നണമെന്നുള്ള ഭൂതിയില്ല. അതുകൊണ്ട് തന്നെ സിംഹവും പുലിയും കടുവയും അതുപോലെ തന്നെ തിന്നുന്ന ജീവികളും തിന്നാത്ത ജീവികളും ഒക്കെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, സമുദ്രങ്ങളതാ ആളിക്കത്തിക്കപ്പെട്ടു. സമുദ്രം കത്തുക. വൈദൻ നുഫൂസു സുവ്വിജത്ത്, മനുഷ്യന്മാരുടെ നഫ്സുകൾ, മനുഷ്യന്റെ ആത്മാവുകൾ സുവ്വിജത്ത്, അവ എന്തെയും കൂട്ടിയിണക്കപ്പെടും. എങ്ങനെ കൂട്ടിയിണക്കപ്പെടുക? അത് ഉലമാക്കന്മാര് പറഞ്ഞു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ, ഈമാനുള്ളവരായ ആൾക്കാരൊക്കെ ഒരു സംഘായി, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞവരായ ആളുകൾ വേറൊരു സംഘായി. അങ്ങനെ രണ്ട് സംഘയുള്ളൂ. ആ നിലക്ക് പരസ്പര ധാരണയുള്ളവരായ ആളുകൾ, കുഫറിന്റെ കാര്യത്തിൽ യോജിപ്പുള്ളവരായ ആൾക്കാർ ഒരു സംഘവും, ഈമാന്റെ കാര്യത്തിൽ യോജിപ്പുള്ളവരായ ആൾക്കാരൊക്കെ വേറൊരു സംഘവുമായി ഇണക്കപ്പെട്ടു. വൈദൽ മൗഊദതു സുഇലത്ത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടുന്നതാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണ്. അറബികളുടെ ലോകത്ത് പെൺകുട്ടി ജനിച്ചാൽ വലിയ അപമാനമാണ്, എന്തെയും ജീവനോടെ കുഴിച്ചിടുക. അതാണ് അന്നത്തെ സമ്പ്രദായം. അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് അന്ന് ചോദിക്കപ്പെട്ടു, കുത്തിലത്ത്, എന്ത് പാപത്തിന്റെ പേരിലാണ് നിങ്ങൾ കൊല്ലപ്പെട്ടത്? എന്ത് പാപം ചെയ്തിട്ടാണ് നിങ്ങൾ കൊല്ലപ്പെട്ടതെന്ന് അവരോട് ചോദിക്കപ്പെട്ടു. വഇദ സുഹുഫു നുശിറത്ത്, മനുഷ്യന്റെ ഏടുകൾ നിവർത്തപ്പെടും. മനുഷ്യന്റെ കർമ്മരേഖകളുടെ അത് നിവർത്തപ്പെടും, മനുഷ്യന്റെ മുമ്പിൽ നിവർത്തപ്പെടും. വഇദ സമാഉ കുശിതത്ത്, ആകാശം എന്ത് ചെയ്യും? തുറന്നതായി. ആകാശം മറനീക്കി മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. വഇദൽ ജഹീമു സുഇറത്ത്, ജഹീം എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിന്റെ പേരാണ്. അത് സുഇറത്ത്, അത് ആളിക്കത്തിക്കപ്പെടും. ഫൈദൽ ജന്നത്തു ഉസ്ലിഫത്ത്, തൊട്ടപ്പുറത്ത് തന്നെ സ്വർഗമതാ അടുത്തു തന്നെ ആക്കപ്പെട്ടിരിക്കുന്നു. അന്നേ ദിവസം അലിമത്ത് നഫ്സും മാ അഹ്ദറത്ത്, ഓരോ മനുഷ്യൻ തനിക്ക് വേണ്ടി എന്താണോ തയ്യാറാക്കി വെച്ചത് അതവൻ അറിയുന്ന. നരകത്തിന് വേണ്ടി തയ്യാറാക്കിയത് അതും അറിയും, സ്വർഗത്തിന് വേണ്ടിയാണോ ജീവിതകാലത്തെ ഒരാൾ തയ്യാറാക്കിയത് അതും അവൻ അറിയും. അതറിയുന്ന ദിവസമാകുന്നു അത്. ഫതറത്ത്, ആകാശം പൊട്ടിപ്പൊളിയുന്നതായ ദിനം. വൈദൽ കവാകിബുൻ തസറത്ത്, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതായ ദിവസം. വൈദൽ ബിഹാറു ഫുജ്റത്ത്, സമുദ്രങ്ങൾ 7 സമുദ്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് കൂടുന്ന ദിവസം. വൈദൽ ഖുബൂറു ബുഅ്സിറത്ത്, കബറുകളൊക്കെ ഇളക്കി മറിക്കപ്പെടുന്ന ദിവസം. കബറിലുള്ളൊക്കെ പുറത്തേക്ക് വന്നു. അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, ഓരോ മനുഷ്യനും എന്തൊക്കെയാണോ ചെയ്യാതെ ബാക്കിയാക്കി വെച്ചത് അതും അവനറിയും, ചെയ്ത് മുന്നോട്ട് വെച്ചത് എന്താ അതും അറിയും. ഇങ്ങനൊരു ദിനം വരാനുണ്ട്. ഒരു പരലോകമുണ്ട്, വിചാരണയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. അതിന് ചെയ്യേണ്ട പണി ഇന്നതാണ് എന്ന് അമ്പിയാക്കൾ വന്ന് പറഞ്ഞ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടപ്പോ അത് ഉദ്ദേശത്തോടുകൂടി ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തവരായ ആൾക്കാർ, മുന്നോട്ട് വെച്ചവരായ ആൾക്കാർക്ക് അതും അറിയാം. അതൊന്നും ഇപ്പൊ ഞമ്മക്ക് പറ്റണ പണിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് വെച്ചവൻ ഓനും അതും അറിയും. അങ്ങനെ കണക്ക് തീർക്കുന്ന ഒരു ദിവസം അന്ന് സംഭവിക്കും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
യൗമ തുബദ്ദലുൽ അർള്, ഭൂമി തന്നെ ആകെ മാറ്റപ്പെട്ടു. നമ്മൾ ഇന്ന് കാണുന്ന ഭൂമി എന്താ? അവിടെ സമുദ്രങ്ങളുണ്ട്, അവിടെ എന്തുണ്ട്, ജിബാലുകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, അരുവികളുണ്ട്, പുഴകളുണ്ട്, ഏറ്റക്കുത്തനായാൽ പല സ്ഥലങ്ങളുണ്ട്. ആ ഭൂമിയല്ല, വേറൊരു ഭൂമിയാകും. ആകാശങ്ങളും അങ്ങനെ തന്നെ. ആകാശങ്ങളിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണുന്നു, ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, വെട്ടിത്തിളങ്ങുന്നുണ്ട്. ആ പറഞ്ഞ സാധനങ്ങളൊന്നും അതല്ലാതായി മാറി. മനുഷ്യരായ മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ വാഹിദായ, ഏകനായ, എല്ലാം തീരുമാനിക്കാൻ അതീശാധിപത്യമുള്ള റബ്ബിന്റെ മുമ്പിലേക്ക് വെളിപ്പെടുന്നതായ ദിനമാണത്. അവനവന്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാകുന്ന ദിനമാകുന്നു അത്. അന്ന് രണ്ട് കൂട്ടരേ ഉള്ളൂ, രണ്ട് കൂട്ടർ, മൂന്നാമതൊരു കൂട്ടരില്ല. എന്താണ് ആ കൂട്ടരെ? ഖുർആൻ പറയുന്നു, കദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യ, അപ്രകാരം നാം നിനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, ഒരു അറബിയുള്ള ഖുർആൻ ഇറക്കിയിരിക്കുന്നു. എന്തിനാ ഖുർആൻ ഇറക്കിയത്? ലിതുൻദിറ ഉമ്മൽ ഖുറാ, ഉമ്മുൽ ഖുറയിലുള്ളവരായ ആളുകൾക്ക് താങ്കൾ താക്കീത് ചെയ്യാൻ. ആരാണ് ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ? മക്ക. മക്ക എന്ന് പറഞ്ഞ ഉമ്മുൽ ഖുറ എന്നതിന്റെ പേര്. വമൻ ഹൗലഹു, ഉമ്മുൽ ഖുറയിലും ഉമ്മുൽ ഖുറക്ക് ചുറ്റുമുള്ളവരായ ആളുകൾക്ക് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് താങ്കൾക്ക് ഖുർആൻ ഇറക്കിയെന്ന് പറഞ്ഞാൽ മക്കയ്ക്കും മക്കയുടെ ചുറ്റും. മക്ക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തലസ്ഥാനമാണ്. മനുഷ്യവാസമുള്ള നാട് മുഴുവൻ നിങ്ങൾ ഗ്ലോബ് എടുത്ത് നോക്കുക, മനുഷ്യവാസമുള്ള സ്ഥലം മൊത്തം എടുത്തുന്ന അതിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കും മക്ക. അതാ പറയും ഉമ്മുൽ ഖുറ വമൻ ഹൗലഹു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് താക്കീതാകാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ഇറക്കിയത്. പിന്നെയോ വതുൻദിറ യൗമൽ ജംഇ, ഇങ്ങനെ ഒരു ജമാഅത്ത് നടക്കുന്ന എല്ലാ ആളുകളും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ വരെയുള്ള സകല ആളുകളും ഒരൊറ്റ സ്ഥലത്ത് സമ്മേളിക്കുന്ന ജമ്മിന്റെ ദിവസമുണ്ട് എന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ലാ റൈബ ഫീ, അതിലൊരു സംശയവുമില്ല. ആ സംശയം അന്നത്തോടുകൂടി എല്ലാവർക്കും തീരും. അന്നേ ദിവസത്തിൽ ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം ആളുകളതാ സ്വർഗത്തിലേക്കുള്ളവരാണ്, ഒരു സംഘം, ഒരു ഫരീഖ്. വഫരീഖുൻ, വേറൊരു ഫരീഖാകട്ടെ ഫിസ് സഈർ, കത്തിയാളുന്ന നരകത്തിലേക്കുള്ളതാണ്. ഇപ്പൊ കത്തിയാളുന്ന നരകത്തിലേക്ക് ഒരു കൂട്ടരും, അതുപോലെ തന്നെ മനുഷ്യന്റെ കണ്ണുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ചിന്തയിലും പെട്ടിട്ടില്ലാത്ത സ്വർഗീയാരാമങ്ങളിലേക്ക് വേറൊരു കൂട്ടരും പോകുന്ന ദിനം. അങ്ങനെ രണ്ട് കൂട്ടരേ ഉള്ളൂ. അതിൽ ഒന്നാമത് പറഞ്ഞ കൂട്ടരാരാ, രണ്ടാമത് പറഞ്ഞ കൂട്ടരാരാണ്? അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് സൂറത്ത് സുമറിലെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മൾ സ്വന്തം പറയേണ്ടതില്ല, ഖുർആനിലെ പറഞ്ഞ കാര്യം അങ്ങോട്ട് കേൾപ്പിച്ചാൽ മതി. എന്താണ് അവിടെ പറഞ്ഞതെന്ന് അറിയങ്ങള്? ഫനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിൽ സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഫനുഫിഖ ഫിസ്സൂർ, ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം കാഹളത്തിലൂതുക, സൂറിൽ ഊതുക എന്ന് പറഞ്ഞ 2 തവണ ഉണ്ടാവും. അസ്രാഫീൽ എന്ന മലക്ക്. അപ്പൊ ഫനുഫിഖ ഫിസ്സൂർ, 1-ാം പ്രാവശ്യം കൂടെ ഊതിക്കഴിഞ്ഞാല് ഫസഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം, ജീവനുള്ളതെല്ലാം അതോടുകൂടി എന്തായി? സഇക, ബോധം നഷ്ടപ്പെട്ടു, ഇല്ലാതായി. മാത്താന്ന് നിർത്തണ്ടേ, എല്ലാം നശിച്ചു, എല്ലാം മരിച്ചു. ഒറ്റ ഊത്തോടുകൂടി എല്ലാം നശിച്ചു. ഇല്ല മൻ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. കുറച്ച് ആൾക്കാർ നശിക്കാത്തവരുണ്ടാവും. അതാരാ നമുക്കറിയില്ല. അള്ളാഹ് നിശ്ചയിച്ച കുറച്ച് ആൾക്കാരല്ലാത്ത സകല മനുഷ്യന്മാരും സകല ജീവജാലങ്ങളും അതോടുകൂടി നശിക്കും. രണ്ടാമത്തെ രൂത്ത് സുമ്മ നുഫിഖ ഫിസ്സൂരി ഉഖ്റാ, രണ്ടാമതൊരു സൂറിലൊരു കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാലോ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാം എണീക്കുന്ന, ഉറങ്ങിക്കിടന്നവരും നശിച്ചുപോയവരും ഏതാ എണീറ്റുകൊണ്ട് നോക്കാൻ തുടങ്ങി, നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. അന്ന് വഅസറഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, ഭൂമി പ്രകാശിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഭൂമി പ്രകാശിക്കാൻ തുടങ്ങിയെന്ന് പറയാൻ കാരണം എന്താ? ഭൂമി കെട്ടുപോയിട്ടുണ്ട്, ആകാശങ്ങൾ അണഞ്ഞുപോയിട്ടുണ്ട്, നക്ഷത്രങ്ങൾ അണഞ്ഞുപോയിട്ടുണ്ട്, സൂര്യചന്ദ്രന്മാർ അണഞ്ഞുപോയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ പ്രകാശമില്ല. പ്രകാശമില്ലാത്തൊരു ലോകത്തിലേക്ക് അശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ, തന്റെ റബ്ബിന്റെ പ്രകാശം കൊണ്ട് ഭൂമി പ്രകാശിക്കാൻ തുടങ്ങിയെന്ന്. വവുദിയൽ കിതാബ്, അതാ അവരുടെ കർമ്മരേഖയായ കിതാബ് അവർക്കതാ സമർപ്പിക്കപ്പെടുന്നു. വജീഅ ബിന്നബിയ്യീന വശുഹദാ, ഓരോ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ട നബിമാരെ സാക്ഷികളായിക്കൊണ്ടതാ കൊണ്ടുവരപ്പെടുന്നു. നിങ്ങൾ കൊടുത്തോ? ഈ പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ വിവരം നൽകിയിട്ടുണ്ടോ? നിങ്ങൾ തബ്ലീഗ് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ച് അവരുടെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് അല്ലാഹു തആല അവരെ കൊണ്ടുവരും. വഖുളിയ ബൈനഹും ബിൽ ഹഖ്, എന്നിട്ട് സത്യമായിട്ട് അവർക്കിടയിൽ വിധി പറയും. ഹക്കിന്റെ ആളുകൾ, ബാത്തിലിന്റെ ആളുകൾ, ആരാണ് സ്വർഗത്തിന്റെ ആളുകൾ, ആരാ നരകത്തിന്റെ ആളുകൾ, അവിടെ വിധി പറയപ്പെടും. വഹും ലാ യുദ്ലമൂൻ, ഒരാൾക്കും ഒരു തരിമ്പും അക്രമേൽക്കേണ്ടി വരില്ല. അള്ളാഹുവിന്റെ അദാലത്ത്, പരിപൂർണമായ നീതിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിശ്ചയിക്കുന്ന ആ വിധി അവിടെ തീർപ്പാക്കപ്പെട്ടു. പിന്നെ ആർക്കും ഒരു പരാതി ഉണ്ടാകില്ല, ഒരാൾക്കും ഒരു അതിക്രമവും നേരിടേണ്ടി വരില്ല. വൗഫിയത് കുല്ലു നഫ്സിൻ മാ അമിലത്, ഓരോ നഫ്സും എന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതിന്റെ പരിപൂർണമായ പ്രതിഫലം, ഒരു അണുത്തൂക്കം കുറയില്ല, അവർക്ക് കൊടുക്കും. വഹുവ അഅലമു ബിമാ യഫ്അലൂൻ, അവരെന്താ ചെയ്തതെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്നവനാരാണ്? അള്ളയാണ്. അള്ളാഹുവിന്റെ ഇൽമ വെച്ച് എല്ലാ മനുഷ്യന്മാർക്കും കിട്ടേണ്ടത്, അർഹതപ്പെട്ടത് ഒരു അണ പൈ കുറയാതെ തീർപ്പാക്കപ്പെടുന്ന ദിവസമാണ്. അങ്ങനെ തീർപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? രണ്ടാള് രണ്ടു വഴിക്ക് പോകണം. സ്വർഗത്തിലേക്ക് പോകേണ്ടവർ അങ്ങനെ പോകണം, നരകത്തിലേക്ക് പോകേണ്ടവർ എങ്ങനെ പോകണം? നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഗതികേട് നിങ്ങൾ ആലോചിച്ചു. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ, നരകത്തിലേക്ക് ഒരു കൂട്ടം ആൾക്കാരെങ്ങനെ കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുന്നു. എല്ലാവരും ഒരു കൂട്ടത്തിലാണ്. നരകത്ത് പോകണ ആൾക്കാർ എല്ലാവരും കാറ്റഗറി അല്ല. നരകത്തിന് 7 വാതിലാണ്. എല്ലാവരും ഒരേ കാറ്റഗറി അല്ല. നരകത്തിൽ ശാശ്വതമായി ശിർക്ക് ചെയ്ത് ജീവിച്ച, കുഫറോടുകൂടി ജീവിച്ചു വരുത്താൻ നരകത്തിൽ ശാശ്വതൻ. അങ്ങനെയുള്ള ആൾക്കാർ ഒരു സംഘമായിരിക്കും. ഇനി സിയാൻ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവനാണെങ്കിലോ, ആസിയാണെങ്കിലോ, നരകമോചനം കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിലോ ഒരു വേറെ കൂട്ടത്തിലായിരിക്കും. അങ്ങനെ സംഘമായി നരകത്തിലേക്ക് നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ അവർ നരകത്തിന്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഫുതിഹത് അബ്വാബുഹാ, അതിന്റെ കവാടങ്ങളതാ 7 കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. വഖാല ലഹും ഖസനതുഹാ, അതിന്റെ കാവൽ ഭടന്മാരായ മലക്കുകൾ അവരോട് ചോദിക്കും, ഈ വന്നവരായ ആളുകളോട് ചോദിക്കും, അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് അവന്റെ ദൃഷ്ടാന്തങ്ങളുമായി നിങ്ങളുടെ അടുക്കലേക്ക് അമ്പിയാക്കന്മാര് റസൂലുമാര് വന്നിട്ടില്ലായിരുന്നോ ചങ്ങാതിമാരെ? വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അവർ താക്കീത് തന്നിട്ടില്ലായിരുന്നോ സഹോദരന്മാരെ? ഖാലു, അപ്പൊ അവര് എന്താ പറയാ? ബലാ, അതെ വന്നിരുന്നു, അമ്പിയാക്കന്മാര് വന്നിരുന്നു, റസൂലുമാര് വന്നിരുന്നു, ഞങ്ങൾ താക്കീത് തന്നിരുന്നു, ഖിയാമത്ത് നാൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു, എല്ലാം റെഡിയാണ്. പക്ഷെ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വലാകിൻ ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, കാഫിരീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ സാക്ഷാത്കരിക്കപ്പെട്ടു. ഇനി ഒന്നും ആടെ പറയാനില്ല, അവർക്കൊരു ന്യായവും പറയാനില്ല. ഞങ്ങൾ എന്തിന് നരകത്തിലേക്ക് തള്ളുന്നു എന്നൊരു ന്യായം പറയാനില്ലാതെ അള്ളാഹുവിന്റെ വിധിക്ക് അവർ കീഴ്പ്പെടേണ്ട അവസ്ഥയാണ് വരുന്നത്. എന്നിട്ട് അവരോട് പറയും, ഖീലദ്ഖുലൂ അബ്വാബ ജഹന്നം, നരകത്തിന്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നുകൊള്ളുക, ഖാലിദീന ഫീഹാ, നിങ്ങൾ അതിൽ ശാശ്വതന്മാരാണ്. ഫബീസ മസ്വൽ മുതകബ്ബിരീൻ, മുതകബ്ബിരീങ്ങളായ ആളുകളുടെ പതനം എത്ര മോശപ്പെട്ട പതനം. അതിനേക്കാൾ അപ്പുറത്ത് വേറൊരു പതനിന്റെ വേറെ വരാനുള്ളത്. ഇതാണ് മനുഷ്യന് വരാൻ പോകുന്ന കാര്യം. അതുകൊണ്ടാണല്ലോ മുത്തഖീങ്ങളായ ആൾക്കാരുടെ പ്രാർത്ഥനകളിൽ പറയുന്നത്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഞങ്ങളുടെ റബ്ബേ, ഇന്നക മൻ തുദ്ഖിലിൻ നാർ, തീർച്ചയായും നീ ഒരു വിഭാഗം ആളുകളെ എന്ത് ചെയ്യുന്നു? നരകത്തിൽ പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ പ്രവേശിപ്പിച്ചവന്റെ അവസ്ഥ എന്താ പറയുന്നത്? ഫഖദ് അഖ്സൈതഹു, നീ അവനെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ ഏറ്റവും വലിയ നിന്ദ എന്താ? നരകത്തിൽ കിടക്കുക. കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിന്ദ. ഒരാള് കുറ്റം ചെയ്താണെങ്കിലും ചെയ്യാത്തവനാണെങ്കിലും ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ എന്താ? ഓൻ തിരിച്ചു വന്നെന്താ? ഓൻ ജയിൽ പുള്ളിയാ, ഓനൊരു കുറ്റവാളിയാണ്. മഹാഭൂരിപക്ഷം മനുഷ്യന് മുമ്പിൽ ഓൻ കുറ്റവാളിയാണ്.
അല്ലെ? അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ സൗകര്യങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന് ഹഖും ബാത്തിലും വേർതിരിച്ചു തന്നു, ഇന്ന പ്രകാരം ജീവിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതൊന്നും കേൾക്കാതെ തോന്നിവാസിയായി മുജ്രിമായി ദുനിയാവിൽ ജീവിച്ച് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോ അവന് നരകം കിട്ടിയാൽ അതിനേക്കാളും വലിയൊരു അപമാനം എന്താ ദുനിയാവിൽ വരാനുള്ളത്? അല്ല, അവിടെ വരാനുള്ളത്. നീ അവനെ നിന്ദിച്ചിരിക്കുന്നു. വമാലിൽ മിൻ അൻസാർ. അങ്ങനെയുള്ള അക്രമം ചെയ്ത ആൾക്കാർക്ക് ഒരു സഹായം ഉണ്ടാവില്ല. അവിടെ സഫായത്തുകാരൻ വരൂല, ആരും സഹായിക്കാനുണ്ടാവില്ല, വാപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല, നമ്മുടെ നേതാക്കന്മാരും ഉണ്ടാവില്ല, ഉലമാക്കന്മാരും ഉണ്ടാവില്ല, ഔലിയാക്കന്മാരും ഉണ്ടാവില്ല, അമ്പിയാക്കന്മാരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നരകത്തിന്റെ വഴി ദുനിയാവിൽ കിട്ടിയിട്ടുള്ള അവസരം, അള്ളാഹു ആയുസായി തന്നിട്ടുള്ള ഓരോ നിമിഷവും റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് നമ്മളോട് കൽപ്പിച്ചോ, എന്ത് നമുക്ക് ഇഷ്ടപ്പെട്ടോ, എന്ത് നമുക്ക് തൃപ്തിപ്പെട്ടോ അതനുസരിച്ച് മാത്രം നമ്മൾ ജീവിച്ചാൽ ഈ ഗതികേട് നമുക്ക് വരാതിരിക്കാം, നമുക്ക് സ്വർഗത്തിന്റെ അവകാശിയാളുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ, അതായത് സ്വർഗത്തിന്റെ അവകാശികളായി തീരുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന് വരാനുള്ള ഈ ഒരു അവസ്ഥ, അതായത് ദുനിയാവിൽ അള്ളാഹുവിന്റെ അനിഷ്ടങ്ങൾ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് വരാനുള്ള അവസ്ഥയാണ്. അതായത് നരകത്തേക്ക് പ്രവേശിക്കുക. നാർ, വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് നരകത്തിന്റെ വിശേഷണം പറഞ്ഞത്. ചില സ്ഥലത്ത് നമുക്ക് കാണാം നാർ എന്ന് കാണാം, വേറെ ചില സ്ഥലത്ത് ജഹന്നം എന്ന് ഉപയോഗിച്ചേ കാണാം. എല്ലാം വ്യത്യസ്തങ്ങൾ. അതിന്റെ പ്രഹരശേഷി, അതിന്റെ രൗദ്രഭാവങ്ങളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് ഈ പറഞ്ഞത്. ഒന്ന് ചില സ്ഥലത്ത് ജഹന്നം എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ചില സ്ഥലത്ത് ലവാ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലവാ. അതേപോലെ തന്നെ സൗസ്രീഹി സഖർ എന്ന് പറഞ്ഞത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ലയുംബദന്ന ഫിൽ ഹുതമ, ഹുതമ എന്നുള്ള പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജഹീം എന്നൊരു പ്രയോഗം കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഹാവിയ, ഉമ്മുഹു ഹാവിയ. എത്ര പദങ്ങളാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിച്ചുകൊണ്ടാണ് ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിൽ കിട്ടാൻ പോകുന്ന അതാണ്. ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന അകൃത്യത്തിന്റെ ഏറ്റവും ലളിതമായ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ ഏതാണെന്നറിയോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു തീക്കട്ടന്റെ മേലാണ് കയറി നിന്നാൽ അവന്റെ ദിമാഗ് തലച്ചോറ് തിളക്കുക എന്നല്ല. ഒരു തീക്കട്ട അതിന്റെ മുകളിൽ കയറി നിന്നാൽ തലച്ചോറ് തിളക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ ശിക്ഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ അവൻ ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? കാലമില്ലല്ലോ. ദുനിയാവിൽ നമ്മുടെ ശിക്ഷ എന്ന് പറഞ്ഞത് ജയിലിൽ പോയി ജീവപര്യന്തം 14 കൊല്ലം, അത് കഴിഞ്ഞ് തട്ടിപ്രൈസാക്കി രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഇനി ഒന്നുമില്ലാന്ന് വെക്കുക, ഞാനത് സഹിക്കട്ടെ എന്ന് വിചാരിക്കുക. 14 കൊല്ലം എത്ര ദുരിതവും സഹിക്കാൻ വിചാരിക്കുക. അങ്ങനെ സഹിക്കാൻ പറ്റുമോ? അവിടെ കാലാകാലം. പിന്നെ അങ്ങോട്ട് കാലല്ല, അവിടുന്ന് അങ്ങോട്ടൊരു കാലം എന്നൊരു നിശ്ചിതമായ കാലമില്ലാത്തൊരു കാലത്ത് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഗതികേട് മനുഷ്യന്റെ ജീവിതത്തിൽ എന്താ വരാനുള്ളത്? അതുകൊണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഭാവിയിൽ സംഭവിക്കാനുള്ള, മരണാനന്തരം സംഭവിക്കാനുള്ള കാര്യങ്ങളായി അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ മുഖേന പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നമ്മളെ ബുദ്ധി കൊണ്ട് പറയുന്നതല്ല. അപ്പോ അത് നമ്മളെ ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷിക്കണം, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നരകത്തിന്റെ അവകാശികളാകുന്ന ഒരു പണിയും ചെയ്യേണ്ടതില്ല. ഒരു ചെറിയതാണെങ്കിൽ ശരി, സ്വർഗത്തിലേക്ക് പോകാനുള്ള ചെറിയതാണെങ്കിൽ, വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ, അതിൽ മാത്രം നമ്മൾ മുഴുകണം. അങ്ങനെ നമ്മൾ ജീവിതത്തെ നന്നാക്കിയെടുക്കണം, ജീവിതം വിജയിച്ചവരായി തീരാൻ വേണ്ടി പണിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീകളിലും മുഅ്മിനീങ്ങളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫി ഖുലൂബിനാ ഗില്ല